ഹായ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട ബജിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ മുട്ട ബജിയിൽ ഒരു ചമ്മന്തിയുടെ സ്റ്റഫിങ് ചേർക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, പിന്നെ ഒരു 2 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യത്തിന് 2 ചെറിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ വേണം. ഇത്രയും സാധനങ്ങൾ ഒരു മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ മുട്ട 2ആയിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ സ്പൂൺ ചമ്മന്തി എടുത്ത് ഈ മുട്ടയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പകുതി റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ താഴെ പോത്തൊന്നുമില്ല. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ 10 പീസ് മുട്ടയുടെ മുകളിലോട്ട് ഈ ചമ്മന്തി കൊണ്ടുള്ള ഫില്ലിങ് വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് കടലമാവ് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ പിരിയം മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു നുള്ളു കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അധികം ലൂസായി പോകരുത്. അധികം ലൂസായി പോയാൽ ഇത് മുക്കി പൊരിക്കുമ്പോൾ ആ മുട്ടയുടെ മുകളിൽ ഈ ബാറ്ററൊന്നും പിടിക്കത്തില്ല. അപ്പോൾ അല്പം കട്ടിയുള്ളതായിരിക്കും നല്ലത്. ഇപ്പം മുട്ടയും അതുപോലെ തന്നെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ബാറ്ററിലോട്ട് ഞാനൊരു അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓരോന്നായിട്ട് ആ ചമ്മന്തി പുരട്ടി വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസ് ഇട്ടിട്ട് മാവ് ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ആ ചമ്മന്തി വരുന്ന ഭാഗം എപ്പോഴും അടിയിലാകാൻ ശ്രദ്ധിക്കണം. ആ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് ആദ്യം അടിയിലാകണം. അത് കഴിഞ്ഞിട്ട് ഒരു അല്പസമയം കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ രണ്ടാമത്തെ പീസും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ബജി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ മുട്ട ബജി നമുക്ക് വേണമെങ്കിൽ വേറൊരു തരത്തിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ചമ്മന്തി ആ മുട്ടയുടെ മുകളിലോട്ട് തേച്ച് പിന്നെ അതൊരു ബാറ്ററിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്തത്. വേണമെങ്കിൽ ആ ചമ്മന്തിയിലോട്ട് ഈ മുട്ടയുടെ മഞ്ഞയെല്ലാം പൊടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഫില്ലിങ് ഈ ഓരോ പകുതിയുടെ മുകളിലും വെച്ചിട്ട് അത് പിന്നെ
ഈ ബാറ്ററിൽ മുക്കി അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അവസാനത്തെ 2 പീസാണ് ഇപ്പോൾ ഈ എണ്ണയിലോട്ട് ഇട്ടിരിക്കുന്നത്. ഒരു ബാറ്റർ ഒരല്പം ബാക്കി വന്നിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ബാറ്റർ കളയൊന്നും വേണ്ട. അതിലോട്ട് ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ സവാളയോ വട്ടത്തിലരിഞ്ഞ് ഇതിനകത്ത് മുക്കി ഉരുളക്കിഴങ്ങ് ബജിയോ അല്ലെങ്കിൽ സവാള ബജിയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ചട്നി വെച്ച മുട്ട ബജി ചൂടോടുകൂടി തന്നെ സോസിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.